സീരിയൽ പ്രേക്ഷകരുടെ പ്രിയ താരമായ കിഷോർ പീതാംബരൻ ഇന്ന് ഏഷ്യാനെറ്റിലെ മഴതോരും മുംബൈ എന്ന പരമ്പരയിൽ സ്നേഹനിധിയായ ബാലചന്ദ്രനായി കയ്യടി നേടുകയാണ്. എന്നാൽ ക്യാമറയ്ക്ക് മുന്നിലെ ചിരിക്ക് പിന്നിൽ വർഷങ്ങളായി രോഗങ്ങളോട് പോരാടുന്ന ഒരു ജീവിതം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നോക്കുകയാണെങ്കിൽ ഇത്രത്തോളം വേദന അനുഭവിച്ച ഒരു മനുഷ്യനാണോ അതെന്ന് നമുക്ക് തോന്നും. തന്റെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് കിഷോർ തുറന്നു പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു ബാഗ് നിറയെ മരുന്നുകളുമായിട്ടാണ് ഇപ്പോൾ ഷൂട്ടിങ്ങിന് പോകുന്നത്. ഇഞ്ചക്ഷനും സ്റ്റീറോയിഡുകളുമായിട്ടാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് എന്നാണ് താരം പറയുന്നത്. ആദ്യം നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസ് കണ്ടെത്തിയ കിഷോറിന് പിന്നീട് തലച്ചോറിന്റെ പിൻഭാഗത്തുള്ള പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ സിസ്റ്റും കണ്ടെത്തി. ശരീരത്തിന്റെ ഹോർമോൺ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന പ്രധാന ഗ്രന്ഥിയായതിനാൽ ഇതിന്റെ പ്രശ്നങ്ങൾ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിച്ചു എന്ന് താരം പറയുന്നു. കടുത്ത പ്രമേഹവും കരൾ രോഗവും ഉള്ളതിനാൽ ശസ്ത്രക്രിയ നടത്താനും കഴിയാത്ത അവസ്ഥയാണ്. ഭക്ഷണത്തെക്കാൾ കൂടുതൽ മരുന്നുകളാണ് ഇപ്പോൾ ജീവിതത്തിന്റെ ഭാഗമെന്നും മുൻപ് ഷൂട്ടിംഗ് ഇല്ലാതിരുന്ന സമയത്ത് വാഹനം ഓടിക്കാൻ പോകുമായിരുന്ന തനിക്ക് ഇപ്പോൾ ഡ്രൈവിംഗ് ചെയ്യാൻ കഴിയുന്നില്ലെന്നും കിഷോർ പറഞ്ഞു. സീരിയൽ അഭിനയമല്ലാതെ മറ്റൊരു ജോലിയും ഇപ്പോൾ ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. മരുന്നുകളുടെ പാർശ്വഫലമായി ശരീരഭാരം വർദ്ധിച്ചതിനെക്കുറിച്ചും കിഷോർ സംസാരിച്ചു. തടിവെച്ച് സുന്ദരനായല്ലോ എന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് കണ്ടാൽ രോഗിയാണെന്ന് പലർക്കും തോന്നാറില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. രോഗം ഗുരുതരമായ സമയത്ത് 2 വർഷത്തോളം അഭിനയത്തിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്നിരുന്നു. ആശുപത്രി ചെലവുകളും കുടുംബ ചെലവുകളും താങ്ങാൻ പോലും ബുദ്ധിമുട്ടായപ്പോൾ വീണ്ടും ക്യാമറയ്ക്ക് മുന്നിൽ എത്താൻ തീരുമാനിച്ചതായും കിഷോർ പറയുന്നു. നാടകവേദിയിലൂടെ അഭിനയ രംഗത്തെത്തിയ കിഷോർ പിന്നീട് നിരവധി ജനപ്രിയ സീരിയലുകളിലൂടെ ശ്രദ്ധേയനായി. കാഞ്ചീപുരത്തെ കല്യാണം, തിങ്കൾ മുതൽ വെള്ളി വരെ, കിങ് ആൻഡ് കമ്മീഷണർ, സിംഹാസനം തുടങ്ങിയ സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഇന്ന് രോഗത്തോടുള്ള പോരാട്ടത്തിനിടയിലും അഭിനയത്തോടുള്ള അതേ ആത്മാർത്ഥതയോടെ മുന്നോട്ട് പോവുകയാണ് കിഷോർ പീതാംബരൻ. ജീവിതമാർഗം എന്ന നിലയിലാണ് അഭിനയത്തിൽ എത്തിപ്പെട്ടത്. പ്രൊഫഷണൽ നാടകം കളിച്ചത് കലയെ ഉദ്ധരിക്കാൻ മാത്രമല്ല, ജീവിക്കാൻ കൂടിയാണ്. അതിൽ നിന്നാണ് സീരിയൽ രംഗത്തെത്തിയത്. അതിൽ അത്യാവശ്യം വർക്കുകൾ വന്നുകൊണ്ടിരുന്നു. അതിൽ സജീവമായപ്പോൾ മറ്റ് അവസരങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. അപ്പോഴേക്കും കുടുംബത്തിന്റെ ഉത്തരവാദിത്തം കൂടി എന്റെ തോളിലായി. പിന്നെ അതിൽ തന്നെ തുടർന്നു. ഞാൻ ചെയ്തിട്ടുള്ള വേഷങ്ങൾ കൊള്ളാമെന്ന് പ്രേക്ഷകർക്ക് തോന്നിയതിന്റെ തെളിവാണ് 23 വർഷങ്ങൾ നീണ്ട എന്റെ കരിയർ. ഞാൻ ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കുമല്ലോ എന്നെ തേടി വീണ്ടും സീരിയലുകൾ വന്നത്. അതിൽ തൃപ്തനാണോ എന്ന് ചോദിച്ചാൽ കാശ് കിട്ടുന്നതിനനുസരിച്ച് ജീവിക്കുന്നതിൽ തൃപ്തനല്ല. വർക്കിപ്പോൾ കുറവാണ്. വർക്ക് കുറഞ്ഞപ്പോൾ സംതൃപ്തിയും കുറഞ്ഞു. ആവശ്യങ്ങൾ നടന്നു പോകുമ്പോഴാണല്ലോ മനുഷ്യന് തൃപ്തി വരുന്നത്. കിടപ്പിലായ സമയത്ത് സഹായിച്ചത് മിനി സ്ക്രീൻ താരങ്ങളുടെ സംഘടനയായ ആത്മയാണ്. ഇൻഡസ്ട്രിയിൽ നിന്നും പലരും സഹായിച്ചു. സുഹൃത്തുക്കളെക്കാൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പലരുമാണ് സഹായത്തിനെത്തിയത്. എനിക്ക് നേരിട്ട് അറിയാത്തവർ പോലും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അധികം പേരൊന്നുമില്ല, കൈവിരലിൽ എണ്ണാവുന്നവർ മാത്രം. ധാരാളം സുഹൃത്തുക്കളുണ്ടെന്ന് അഭിമാനിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ. വയ്യായിക വന്നപ്പോൾ അവരെല്ലാവരും വിട്ടുപോകുന്നത് ഞാൻ കണ്ടു. ഇപ്പോഴും അവരുടെ സുഹൃത്തുക്കൾ തന്നെയാണ്. ഒരിക്കലും അവരുടെ കുറ്റം കൊണ്ടല്ല അങ്ങനെയൊക്കെ സംഭവിച്ചത്.